വെൽക്കം ടു മൂവി ബ്രാൻഡ്. സജനയും ഫിറോസും തമ്മിലുണ്ടായിരുന്നത് ഒരു മ്യൂച്വൽ ഡിവോഴ്സ് അല്ല. നമ്മൾ ഇത്രയും കാലം അറിഞ്ഞത് മനസ്സിലാക്കിയത് എല്ലാം തന്നെ തെറ്റാണ്. ഫിറോസിന്റെ ആ മുഖംമൂടി വലിച്ചു കീറുകയാണ് ഇപ്പോൾ സജന. ഒരു വ്യക്തിയെ കൂട്ടിച്ചേർത്തുകൊണ്ട് തനിക്കെതിരെ മോശം പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് നടക്കുന്ന ഫിറോസിന്റെ ആ ഒരു കാപട്യത്തെ വലിച്ചു കീറി ഒട്ടിക്കുന്നു സജന ഇപ്പോൾ. എന്തായാലും സജന നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ കേട്ടി ജനങ്ങളും ഇപ്പോൾ ഞെട്ടിത്തെരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അവർ പറയുന്ന കാര്യങ്ങൾ ഗാർഹിക പീഡനം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, പോക്സോ എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ടെലിവിഷൻ പ്രോഗ്രാമിന്റെ ഷൂട്ടിങ്ങിന് പോയ ശേഷം നടന്നിട്ടുള്ള രാത്രികാല പാർട്ടിയിൽ താൻ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതാണ് എന്ന് പറഞ്ഞാണ് സജന ഈ കാര്യങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ഫേസ്ബുക്കിലെ അക്കൗണ്ടിലൂടെയാണ് സജന ഈ കാര്യങ്ങളൊക്കെ തുറന്നടിച്ച് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. സഹപ്രവർത്തകരായ ജിഷിൻ, പ്രമോദ്, ബഷീർ ബാഷി, മൃദുല തുടങ്ങിയവർ പങ്കെടുത്ത ഒരു ടെലിവിഷൻ പരിപാടിയുടെ സമാപന പാർട്ടിയിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായെന്ന് സജന സൂചന നൽകുന്നു. ഫിറോസ് ഖാനും അവിടെ ഉണ്ടായിരുന്നു എന്നും മറ്റൊരു നടിയും ചേർന്ന ഫിറോസ് ഖാൻ സിഗരറ്റ് പരസ്പരം കൈമാറുകയും ചുംബിക്കുകയും ചെയ്യുന്നതടക്കം കണ്ടു എന്ന തരത്തിലാണ് സജന ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തുന്നത്. ജിഷിൻ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ ഈ കാഴ്ചകൾ കണ്ടതായിട്ട് ഞെട്ടിത്തെറിച്ചതായിട്ട് സജന വ്യക്തമാക്കുന്നു. ആ നടി ആരാണെന്ന് ആ സംഘത്തിലുള്ള എല്ലാവർക്കും അറിയാമെന്നും അവരുടെ പേര് മാത്രം താൻ പറയുന്നില്ല എന്നും അത് തന്റെ മാന്യതയെന്നുമാണ് സജന പറയുന്നത്. ഒരു ഭാര്യയും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ചകളാണ് അവിടെ വെച്ച് താൻ കണ്ടത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിൽ സജന കരഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഓരോന്നായി പറയുന്നത്. തൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്താണ് താൻ ഇത്രയും കാലം അയാൾ കാണിച്ച നെറുകേടിന് സൈലൻസ് മാത്രം പാലിച്ചത്. പക്ഷേ ഇനിയും അതിര് കടക്കാൻ പാടില്ല എന്നതുകൊണ്ട് അയാളുടെ ആ മുഖം താൻ വലിച്ചു കീറുന്നു എന്ന തരത്തിൽ സജന പ്രതികരിക്കുന്നു. ഗർഭിണിയായിരുന്ന സമയത്ത് പോലും തന്നോട് അതിക്രൂരമായിട്ടുള്ള വളരെ സാഡിസ്റ്റ് രീതിയിലാണ് ഫിറോസ് ഖാൻ പ്രവർത്തിച്ചത് എന്നാണ് സജന പറയുന്നത്. പറയാൻ വിട്ടുപോയ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ വീഡിയോ പങ്കുവയ്ക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ടെലിവിഷൻ പ്രോഗ്രാമിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എല്ലാവരും ഒത്തുചേർന്ന ഒരു നൈറ്റ് പാർട്ടിക്കിടയിലാണ് ഇത്തരത്തിൽ ഒരു പെൺകുട്ടിയുമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ അവരെ കാണുന്നത് എന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റ് പല ഇടങ്ങളിൽ നിന്നും ഫിറോസിന്റെ ഈ മുഖംമൂടിയിട്ട പ്രവർത്തനങ്ങൾ താൻ കണ്ടിട്ടുണ്ട് എന്നാണ് സജന വെളിപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, വിവാഹത്തിന് ശേഷം വളരെ മാതൃകാപരമായ ദമ്പതികളാണ് തങ്ങളെന്നാണ് പുറത്തു വന്നത് എങ്കിൽ പോലും അതെല്ലാം തെറ്റാണെന്ന് വ്യക്തമാക്കുന്നതാണ് സജനയുടെ വെളിപ്പെടുത്തൽ. നമുക്കറിയാം, സജനയുടേതും ഫിറോസ് ഖാന്റേതും ഒരു രണ്ടാം വിവാഹമാണ്. ആ വിവാഹം അത് വളരെ സന്തോഷത്തോടു കൂടെ ആയിരുന്നു എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. തൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊള്ളാമെന്ന് സമ്മതിച്ചതിന് ശേഷമായിരുന്നു രണ്ടാം വിവാഹം. പക്ഷേ ആ വിവാഹത്തിന് ശേഷം ആ കുഞ്ഞിനോട് ഇയാൾക്ക് ദേഷ്യം മാത്രമാണ് ഉണ്ടായത് എന്ന തരത്തിലാണ് സജനയുടെ വെളിപ്പെടുത്തൽ. സ്വന്തം കുഞ്ഞിനെ സ്വന്തം സഹോദരി നോക്കേണ്ടുന്ന സാഹചര്യത്തിലായിരുന്നു പലപ്പോഴും ഉണ്ടായിരുന്നത് എന്ന് സജന പറയുന്നു. രണ്ടാമത്തെ വിവാഹവും തെറ്റിപ്പോകുമ്പോൾ, പ്രശ്നമാകുമ്പോൾ അത് നാട്ടുകാരെങ്ങനെ എടുക്കുമെന്നുള്ള ഭയം തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ ഇയാൾക്കെതിരെ ഒന്നും തന്നെ സംസാരിക്കാതിരുന്നത് എന്നാണ് സജന പറയുന്നത്. പലപ്പോഴും തനിക്കെതിരെ ഭീഷണി അടക്കം മുഴക്കിയിട്ടുള്ള ഒരാളാണ് സജന എന്നും ആ ട്രോമയിലൂടെയാണ് താൻ കടന്നു പോകുന്നത് എന്നും വ്യക്തമാക്കുന്നു സജന. ഒരു ഭാര്യ എന്ന നിലയിൽ തന്നെ അബ്യൂസ് ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ഫിറോസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, പലയിടങ്ങളിൽ നിന്നും ഇയാൾ മോശമായിട്ട് പെരുമാറിയതിന്റെ തെളിവുകൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും സജന പറയുന്നു. ഒരിക്കൽ ഈ ഫിറോസിന് കുട്ടി സ്വന്തം കുഞ്ഞ് അരികിലില്ല എന്നുള്ള പ്രശ്നം കാരണമാണ് താൻ ഗർഭം ധരിക്കുന്നത് എന്ന് സജന പറയുമ്പോൾ അതിലും ഒരു നിർബന്ധം ഉണ്ടായിരുന്നു എന്നാണ് വ്യക്തമാകുന്നത്. അതായത് സജനയ്ക്കും ഫിറോസിനും മക്കളുള്ള സമയത്താണ് ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്നത്. പക്ഷേ സജനയുടെ കുട്ടി അവരുടെ വീട്ടിലും ഫിറോസിന്റെ കുട്ടി അവരുടെ ഭാര്യയുടെ ഒക്കെ ഒപ്പമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് തനിക്ക് തൻ്റെ കുഞ്ഞിനെ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തനിക്കൊരു കുഞ്ഞിനെ വേണം, തനിക്ക് ആ ട്രോമ മാറണമെങ്കിൽ ഒരു കുഞ്ഞിനെ വേണമെന്ന് സജനയോട് നിർബന്ധിക്കുകയായിരുന്നു ഫിറോസ്. അതിന്റെ ഭാഗമായിട്ട്
പ്രസവമായിട്ട് ആ സമയത്ത് 2 വയസ്സ് മാത്രമേ സജനയുടെ കുഞ്ഞിനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് താൻ ഇത്ര പെട്ടെന്നൊരു ഒരു കുഞ്ഞ് എന്നുള്ളത് ചിന്തിക്കേണ്ടതില്ലല്ലോ എന്ന് ഫിറോസിനോട് ചോദിക്കുന്നു. പക്ഷേ തനിക്ക് ആ ട്രോമ മാറണമെങ്കിൽ, താനൊന്ന് മനസമാധാനത്തോടെ ഇരിക്കണമെങ്കിൽ ഒരു കുഞ്ഞ് വേണം എന്നുള്ള കാര്യം അയാൾ പറയുന്നു. അങ്ങനെ അയാൾക്ക് വേണ്ടി, അയാളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് താൻ ആ കുഞ്ഞിനെ ഗർഭം ധരിച്ചത് എന്നാണ് സജന പറയുന്നത്. പക്ഷേ ആ കുഞ്ഞിനെ ഗർഭം ധരിച്ച സമയത്ത് പോലും വയറിലുള്ള കുഞ്ഞിൻ്റെ സമാധാനം എൻ്റെ കുഞ്ഞ് നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ പ്രാകാനും ആ കുഞ്ഞിനെ വേദനിപ്പിക്കാനും ഉതകുന്ന തരത്തിലൊക്കെ പലപ്പോഴും ഫിറോസ് സംസാരിക്കുന്നു. പ്രസവം കഴിഞ്ഞ് പ്രസവ ശുശ്രൂഷ കാര്യങ്ങൾക്ക് വേണ്ടി താൻ 3 മാസത്തോളം തൻ്റെ വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അതിനും കുഞ്ഞിനെ വഴക്ക് പറയുന്ന രീതിയാണ് ഉണ്ടായത്. അതായത് തൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വിവാഹം കഴിച്ചതിന് ശേഷം ആ കുഞ്ഞിനെ തള്ളിക്കളയുന്ന ഒരു രീതിയായിരുന്നു ഫിറോസിനുണ്ടായത് എന്നാണ് സജന പറയുന്നത്. ഇത് മാത്രമല്ല, ഇതിനിടയിൽ ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്ത്, ഈ പ്രസവ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് സജന വീട്ടിൽ പോയ സമയത്ത് ഒരു ദിവസം അപ്രതീക്ഷിതമായി ഫിറോസിന്റെ ഫോണിലേക്ക് ഫോൺ വിളിക്കുമ്പോൾ ഫിറോസ് എൻഗേജ്ഡ് ആയിരുന്നു. അത് ആരാണ് എന്ന് തൻ്റെ ഒരു മനസമാധാനത്തിന് വേണ്ടി താൻ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ആ ഫോൺ കോൾ റെക്കോർഡ് താൻ കേൾക്കാനിടയായതെന്നും ഭാര്യയില്ലാത്ത സമയത്ത് മറ്റൊരു സ്ത്രീയുമായിട്ട് സെക്സ് ചാറ്റ് നടത്തുകയായിരുന്നു ഫിറോസ് എന്നുള്ള കാര്യങ്ങളാണ് താൻ മനസ്സിലാക്കിയത്. അന്ന് വളരെ വേദനയോടെയാണ് താൻ ആ കുടുംബത്തിന് മുന്നിൽ പൊട്ടിത്തെറിച്ച് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതെന്നും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് താൻ ഡിവോഴ്സ്ഡ് ആകാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നും സജന തുറന്നടിക്കുകയാണ്. ഇത്തരത്തിൽ ഡിവോഴ്സ്ഡ് ആയി എങ്കിൽ പോലും തൻ്റെ മക്കൾക്ക് ഈ ഒരു വിവാഹബന്ധം വേർപെടുന്നത് ഒരു മോശമായിട്ടുള്ള രീതിയിൽ ബാധിക്കാൻ പാടില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ അടക്കം വന്ന് തങ്ങൾ മ്യൂച്വലി ഡിവോഴ്സ്ഡ് ആണ്, സന്തോഷത്തോടെ പിരിഞ്ഞ 2 ആളുകളാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയത്. പക്ഷേ തന്നെ അപമാനിക്കുന്നതിന് അപ്പുറത്തേക്ക് ഫിറോസിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയും അത് കണ്ടോ കേട്ടോ ഇരിക്കാൻ സാധിക്കില്ല. ജനങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ വലിയ തുറന്നു പറച്ചിലാണ് സജന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ ഒരു തുറന്നു പറച്ചിലൂടെ ഒരു മുഖം കൂടെ പൊളിഞ്ഞു വീഴുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എത്രമാത്രം മുഖം മൂടിയിട്ടാലും ആ സത്യം ഏത് കാലത്താണെങ്കിലും വൈകിയാണെങ്കിലും പുറത്തു വരും എന്നാണ് സജന ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നത്, പറയുന്നത്. എന്തായാലും നിയമപരമായിട്ടുള്ള നടപടികൾക്ക് ഇടയിലാണ് സജന ഫിറോസിന്റെ ഇത്തരം മുഖംമൂടികൾ പൊളിച്ചടുക്കിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നത്. അവർക്ക് വ്യക്തിപരമായിട്ട് ഇത് തുറന്നു പറയാൻ താല്പര്യമില്ല എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിൽ അവരുടെ കാര്യങ്ങൾ വളച്ചൊടിക്കപ്പെടുകയും മൂന്നാമതൊരു വ്യക്തിയെ ഈ ഒരു വിഷയത്തിൽ തൻ്റെ പേര് ചേർത്തുകൊണ്ട് പ്രചരിപ്പിക്കുന്ന തരത്തിൽ വന്നതോടുകൂടെയാണ് സജന ഇത്തരം ഒരു തുറന്നടിക്കലിന് തന്നെ തയ്യാറായത് എന്നുകൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും കാലം ഒരു ഭാഗത്തിനെ മാത്രം ബ്ലെയിം ചെയ്തുകൊണ്ട് സംസാരിച്ചിരുന്ന സജന ഫിറോസ് ഖാൻ ഇടയിലുള്ള പ്രശ്നം അത് മറ്റൊരു തലത്തിലേക്ക് കൂടെ പോകുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഫിറോസിന്റെ ഈ ഒരു സ്ത്രീയോടുള്ള, ഒരു യുവതിയോടുള്ള വൈകൃതങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന തരത്തിലാണ് എന്നുള്ളതാണ്. 17 വയസ്സുള്ള ഒരു കുട്ടിയെ പ്രണയം നടിച്ച് മോശമായിട്ടുള്ള രീതിയിലടക്കം പോക്സോ കേസ് എന്നുള്ള തരത്തിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവാഹ ബന്ധമുള്ള സമയത്തും അല്ലാതെയും ഇയാൾ മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധം പുലർത്തിയിരുന്ന ആളാണെന്ന് വ്യക്തമാക്കുന്നു സജന. അതുമാത്രമല്ല, സജനയെ അടക്കം വിവാഹം ചെയ്തത് നിയമവിരുദ്ധമായിട്ടാണ്, അല്ലെങ്കിൽ തന്നെ തെറ്റിദ്ധരിപ്പിച്ചാണ് വിവാഹം പോലും കഴിച്ചിരിക്കുന്നത് എന്നുള്ള ഫേക്ക് മാരേജ് ആണ് തന്നെ ചെയ്തിരിക്കുന്നത് എന്ന് കൂടെ വ്യക്തമാക്കുന്നു സജന എന്ന് പറയുമ്പോൾ വലിയൊരു വിവാദം തന്നെ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഫിറോസിനെതിരെ നിലവിൽ സോഷ്യൽ മീഡിയയിൽ വലിയൊരു ആക്രമണം ഉണ്ട്, അല്ലെങ്കിൽ ഫിറോസിന് വലിയൊരു നെഗറ്റീവ് റോളുള്ള സമയമാണ്. സമയത്ത് ഇത്തരത്തിൽ വലിയൊരു വെളിപ്പെടുത്തൽ കൂടെ വരുന്നതോടുകൂടെ ഫിറോസും കൂടുതൽ പ്രതിസന്ധിയിലാകുകയാണ്.